ഈ ജോണി ചേട്ടൻ്റെ അടുത്ത് ചാൻസ് ചോദിച്ചപ്പോ എന്തായിരുന്നു പറഞ്ഞത് തോപ്പിൽ ജോപ്പന്റെ സമയത്ത്? എനിക്കെന്നെ ഇവിടെ പരിപാടിയോ അതിന്റെ ഇടയിൽ പടം നടക്കട്ടെ, നടക്കുമ്പം അതീവ പ്രശ്നമാണ്. പ്രൊഡക്ഷൻ സൈഡ് റെഡി ആയിട്ടില്ല, ആയതൊക്കെ കുഴപ്പങ്ങളെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കൂട്ടിമുട്ടിക്കേണ്ട ഒരു ഉത്തരവാദിത്തം വരുമ്പോൾ നമ്മൾ ഇതാകും. മോനോട് അങ്ങനെ ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതേ പറഞ്ഞറിയോ മിക്കവാറും ഞാൻ അങ്ങനെ അല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം എനിക്ക് വിഷമമായി. നല്ല ആക്ടറാട്ടോ. മൂസിൽ എൻ്റെ മക്കളുടെ പ്രായമുള്ള ആരുമില്ല. പട്ടീനെ കൊണ്ടിടക്കണ മക്കളൊക്കെ ആവാറായില്ലേ? ഇല്ല മോസയ്ക്കും ജെയിംസ് ബോണ്ടിനൊന്നും ഒരിക്കലും അങ്ങനെ. എങ്ങനെയുണ്ടായിരുന്നു പുതിയ ജൻ പിള്ളേരുടെ കൂടെ അഭിനയിച്ചിട്ട്? മനുതം പാതി മൃഗം പാതി, ഇത് രണ്ടും ചേർന്ന ഉരുവണ്ണ. ഇങ്ങനെ പറഞ്ഞ നാട്ടിൽ വിചാരിക്കും ഞാൻ എന്തോ വലിയ ഒരുപാട് കോളേജസിലൊക്കെ എന്റെ പ്രൊമോഷൻ ഭാഗമായിട്ട് പോയിട്ടില്ല. ഇവരുടെ ഒരു ഫാൻ ബേസ് ഉണ്ടല്ലോ, നിങ്ങൾ അത് എപ്പോഴെങ്കിലും എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടോ? അമീന്റെ തലവെട്ടം കണ്ട കോളേജ് ഇളകി മുറി. ഒച്ചപ്പാടാണ്. ഒച്ചപ്പാടാണ്. അമീൻ എന്ന് പറഞ്ഞ പിള്ളേർക്ക് ഹരവാ. അതിന്റെ അടി തന്നെ വരും കമന്റ്, ഹരമില്ലാത്തവന്മാരല്ല. സ്കൂളും കോളേജും ഒക്കെ അടച്ചിരിക്കുന്ന നമ്മുടെ വെക്കേഷൻ സമയത്ത് ഒരു ക്യാമ്പസ് സിനിമ ഡെർബി സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ പറയാൻ പോകുന്നത്. ടീം ഡെർബി, വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. താങ്ക് യു. ഈ ഡെർബി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിന്റെ പ്രൊമോഷൻസ് ഉണ്ടെന്ന് എനിക്ക് ആദ്യം മെസ്സേജ് വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്ത ChatGPT-യോട് ഹേ ChatGPT വാട്ട് ഡു യു മീൻ ബൈ ഡെർബി എന്ന് ചോദിക്കലാണ്. നിങ്ങളുടെ അടുത്ത് ഈ സാധനം വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡെർബിയുടെ അർത്ഥം അറിയായിരുന്നു? അപ്പൊ എന്ത് ചെയ്ത്? ഒന്നും ചെയ്തില്ല, ആദ്യമായിട്ട് പേര് കേൾക്കണം, കേട്ടപ്പോ നല്ല രസമുണ്ട്, കേൾക്കാൻ രസമുണ്ട്. ജോണി ചേട്ടൻ അറിയായിരുന്നു? ഞാൻ ChatGPT ഇല്ലായിരുന്നു, ഞാനത് പിന്നെ ഡെർബി കുഴപ്പമാണെന്നറിയായിരുന്നു, അതായത് ജഗടയാണെന്നറിയായിരുന്നു. അല്ലാതെ ഞാൻ പിന്നെ കൂടുതലായിട്ട് നമ്മുടെ ഇതിന് അറിവില്ലാത്തവനാന്ന് ഒരാളോട് അറിയണ്ടല്ലോ എന്ന് പറഞ്ഞത്, ആരെങ്കിലും പറഞ്ഞപ്പോഴേലും അറിയാമല്ലോ എന്ന് വിചാരിച്ചങ്ങിരുന്നു. എന്താ ശരിക്കും പറഞ്ഞാൽ ChatGPT എന്നാ പറഞ്ഞേ? ChatGPT പറഞ്ഞാൽ അതൊരു ടൈപ്പ് ഓഫ് ഫൈറ്റ് ആണ്. രണ്ട് ടീമുകൾ തമ്മിലുള്ള പല പല ഫൈറ്റ് ഉണ്ട്. അതിൽ കുതിരയുടെ ഫൈറ്റ് ഉണ്ട്, പിന്നെ ഡെർബി എന്ന് പറഞ്ഞൊരു ഹാറ്റ് ഉണ്ട്, ഇത്ര അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു. ഇത് കൃത്യത്തിൽ എന്തായിട്ട് ഈ കൗണ്ടി ഉണ്ടല്ലേ, ഡെർബി ഷെയർ അല്ലേ, അല്ലേ യോർഷെയർ ഡെർബി ഷെയർ അല്ലേ, ഡെർബി ഷെയർ അല്ലേ? ഉണ്ടെന്ന് തോന്നുന്നു, കിടക്കട്ടെ. എന്തിനാ ആദ്യം തലവലിക്ക്? ഇത് മറ്റേ അബൂക്കയില്ലേ നമ്മുടെ മറ്റേ അബുസലിം അല്ലല്ല, പഴയ അബൂബക്കർ നടൻ, നമ്മുടെ വർക്ക് ചെയ്തത് നമ്മുടെ നവാസിൻ്റെ ഒക്കെ ഫാദർ, നിയാസിൻ്റെ ഒക്കെ. അപ്പോൾ അബൂക്കയോട് നമ്മൾ സീൻ വായിച്ചു കൊടുക്കും. വായിച്ചു കൊടുത്തിട്ട് അബൂക്ക മനസ്സിലായല്ലോ അല്ലേ? ഉവ്വാ മനസ്സിലായില്ലല്ലോ, എന്ന് പറഞ്ഞാലായിരുന്നു. അതൊരു ശീലമായി പോകും നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ അതെ അതെ. ശരിക്കും ഡെർബി എന്താ? ഞാൻ കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരു തവണ, അറിയാം മാഞ്ചസ്റ്റർ ഡെർബി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ഫുട്ബോളിൽ മാഞ്ചസ്റ്റർ ഡെർബി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡെർബിയാണോ ഈ ഡെർബി എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ പടത്തിൽ വന്നപ്പോഴും അത് തന്നെയായിരുന്നു, ആ ഒരു അർത്ഥം തന്നെയായിരുന്നു. അതായത് ചേരില്ലാത്ത രണ്ട് ടീമുകൾ തമ്മിൽ, രണ്ട് ഗ്യാങ്ങുകൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ്, അത് തന്നെയാണ് ഡെർബി. അപ്പോൾ ഇതിൽ രണ്ട് ടീമേ ഉള്ളോ? രണ്ടുണ്ടാവും, രണ്ടിലധികം ഉണ്ടാവും അല്ലേ? കുറേ ടീമുകൾ ഉണ്ട് അല്ലേ? കോളേജ് സിനിമകളുമായിട്ട് കോളേജുകൾ മുഴുവൻ താങ്കൾ ഇങ്ങനെ കയറി ഇറങ്ങാണോ? ഇതൊക്കെ സ്ഥിരാക്കിയോ? കാരണം +2 കഴിഞ്ഞിട്ട് കോളേജ് എനിക്ക് കുറച്ചാളെ പഠിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടാണോ കാനഡയ്ക്ക് പോയത്? അല്ല, അതിന് +2 കഴിഞ്ഞിട്ടാണ് കാനഡയ്ക്ക് പോയത്. അതിനുശേഷമാണ് അവിടുന്ന് നിർത്തിയത് ഇവിടുത്തെ കോളേജിൽ കയറുന്നത്. അതുകൊണ്ട് പിന്നെ ഈ സിനിമ പരിപാടിയൊക്കെ ആയിട്ട് കയറിയാൽ പിന്നെ അതിനുശേഷം ഫുൾ കോളേജിലാണ്. പ്രകമ്പനം മഹാരാജാസിൽ, ഇത് മമ്പാട് കോളേജിൽ, എല്ലാ കോളേജിലും സെലിബ്രേറ്റ് ചെയ്യണത് അല്ലെ? ഇത് പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് കോളേജസിൽ പോയിട്ടുണ്ടല്ലോ. അപ്പൊ അതിലൊരു കുട്ടി എന്ന് പറയണ്ടായിരുന്നല്ലോ, മറ്റേ പൂമാനമ്മയെ കണ്ട് ക്രഷ് അടിച്ച് താങ്കളെ കാണാൻ വേണ്ടി മാത്രം വന്നാണെന്ന്. അങ്ങനെ ഫാൻ എൻകൗണ്ടേഴ്സിന്റെ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഇഷ്ടമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, പാട്ടും സിനിമയൊക്കെ ഇഷ്ടമെന്ന് പറഞ്ഞ ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ വേറൊന്നുമില്ല.
നിങ്ങൾ തമ്മിൽ സ്ഥിരം പോട്ടിയാവാൻ ഇല്ലേ? അങ്ങനെ ആയി. നിങ്ങളുടെ ഈ ട്രെയിലറിന്റെ താഴത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, അലക്സാണ്ടറും സേവിയും ഇൻ അനദർ യൂണിവേഴ്സ് എന്ന് പറഞ്ഞു. എത്രാമത്തെ സെക്കൻഡോ ഒക്കെ 51 സെക്കൻഡോ എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ട് പറയൂ, ഡെർബി എങ്ങനെയാണ് സംഭവിച്ചത്? ഡെർബി ഞാൻ അവസാന നിമിഷമാണ് ഞാൻ ഈ സിനിമയിലോട്ട് വരണേ. അപ്പം ഇവനുണ്ട് എന്നുള്ളത് അറിയാം. അപ്പം പിന്നെ സജിൽ മമ്പാട് സംവിധായകനായിട്ട് കടകൻ എനിക്ക് ആക്ഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കടകൻ ഫുൾ ഓൺ ആക്ഷൻ പടമാണ്. അപ്പം അത് കണ്ടപ്പോൾ അന്ന് കൊതിച്ചായിരുന്നു. അപ്പം എല്ലാം കൂടി ഒത്തൊരുമിച്ച് വന്ന് പിന്നെ അത്യാവശ്യം നല്ല സാമ്പത്തിക ആവശ്യമുള്ള സമയം കൂടിയായിരുന്നു. അപ്പം എല്ലാം കറക്റ്റായി വന്നു. അപ്പം കയറി പിടിച്ചു. അപ്പം ഇതിൽ ഇവനും കൂടി ഉള്ളപ്പം പിന്നെ ഒന്നും പറയാനില്ല, നമുക്കൊരു ബോണ്ടിങ് ഉണ്ട്. ഒരാൾ കൂടെ ഉള്ളതുകൊണ്ട് അല്ലെ, അറിയാവുന്ന ഒരാളുള്ളതുകൊണ്ട്. ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ ടു യു? എന്നെ സജിൽക്കായാണ് വിളിച്ചിട്ട് ഒരു പരിപാടി ഉണ്ട്, ഒരു കഥയുണ്ട്, നീ ഒന്ന് ഫ്രീ ആകാൻ പോകുന്ന കേക്ക് എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴേ എത്തി, ഞാൻ അന്ന് വൈകിട്ട് തന്നെ എത്തി. അന്ന് വൈകിട്ട് തന്നെ എത്തി. ഞാൻ പോയി കട റൂമിൽ പോയിട്ട് കഥ കേട്ടു. എൻ്റെ അടുത്ത് റൈറ്റേഴ്സാണ് കഥ പറയണത്. കേട്ടപ്പോൾ തന്നെ ഒരു കോളേജ് ബേസ്ഡുള്ളൊരു ക്യാമ്പസ് മൂവി. അതിനകത്ത് തന്നെ ഒരു ഫുൾ പാക്ഡ് മൂവിയായിരുന്നു. ഫൈറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഫൈറ്റ് ചെയ്യൽ, ആക്ഷൻ പരിപാടിയൊക്കെ ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ പടത്തിൽ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ അട്രാക്റ്റഡായി. സ്ക്രിപ്റ്റ് കേട്ടു, ഇഷ്ടമായി. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ്. കുറേ ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, കുറേ പേരെടുത്ത് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം പയ്യെ ഇങ്ങോട്ട് കോളുകൾ വരുന്നുണ്ടല്ലോ. ഹൗ ഡസ് ദാറ്റ് ഫീൽ? ഇപ്പോഴും ആളുകളോട് സിനിമ അങ്ങോട്ട് ചോദിക്കാറുണ്ട്? ഉറപ്പായിട്ടും. എനിക്കൊരു നാണമില്ല കാര്യത്തിൽ. ഞാൻ ചോദിക്കും. എനിക്ക് ഈ അടുത്ത് ഞാൻ റഹ്മാൻ ഖാൻ ചോദിച്ചു. ഈ മിനി ഞാൻ മറ്റാശ്ശേരി മാഫി അറിയാം, റഹ്മാൻ ഖാൻ അറിയാം. അപ്പോൾ പറഞ്ഞ പോലെ ഒരു പരിപാടി വരുമ്പോൾ വിളിക്കണം. അതാണ്, ഇത് ചോദിക്കാണ്ട് കിട്ടില്ല. ഇതല്ലാണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടൊന്നും തരില്ല. അതല്ല പരിപാടി. ഈ ആടിന്റെ ഫസ്റ്റ് ഭാഗമൊക്കെ ഇറങ്ങിയ സമയത്തും ഇതിനോട് ചോദിച്ചിട്ടില്ലേ? ഞാൻ ആട് 3 ഉണ്ടായിരുന്നു ആക്ച്വലി. അല്ല, ആട് 3 ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഇറങ്ങിയ സമയത്തും ഇതിനോട് ചോദിച്ചിട്ടില്ലേ? ഇല്ലേ, ചാൻസ് ചോദിച്ചിട്ടില്ല. അപ്പൊ അത് ത്രൂ ആണോ നമ്മള്? അല്ല, ആട് 1 ഞാൻ ചെറുതാ. അല്ല, ഞാൻ ചോദിച്ചാൽ ഈ ആടൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്തും ഇതിനെ എവിടെയോ വെച്ച് കണ്ട ഉദ്ഘാടനത്തിനോ അങ്ങനെ സംസാരിച്ചു. അപ്പൊ അത് ത്രൂ ആണോ ഓസ്ലറിൽ കിട്ടിയ? അല്ല, ഞാൻ 5-ാം പാതിര ഇറങ്ങുന്നതിന്റെ 1 മാസം മുമ്പ് ഇവിടെ കൊച്ചി കളമശ്ശേരി വന്നു. അവിടെ മിഥുൻ മാനുവൽ തോമസ് വരുന്നുണ്ടെന്ന് ഇതുപോലെ ആരോ പറഞ്ഞറിഞ്ഞിട്ട് ഞാൻ ബൈക്ക് എടുത്ത് കോളേജിൽ പോണതിന് അങ്ങോട്ട് പോയി. അവിടെ വെച്ച് മിഥുൻ ചേട്ടനെ കണ്ട് ഇതുപോലെ ചാൻസ് ചോദിച്ചു. എനിക്ക് ഇതുപോലെ ആഗ്രഹമുണ്ട് സിനിമയിലൊക്കെ അഭിനയിക്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടൻ അന്നും പരിചയമൊന്നുമില്ല. അപ്പോൾ ചേട്ടൻ എല്ലാവരോടും, ഇപ്പോൾ ജോണി ചേട്ടനോടൊക്കെ ഒരുപാട് ചോദിക്കണേ. ഇവർ കാണുമ്പോൾ ആദ്യം പറയും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് വിടുവാളുണ്ട്. അപ്പോൾ അതുപോലെ എന്നെ വിട്ടു. പിന്നെ അതിനുശേഷം ഞാനിതിങ്ങനെ പരിപാടി ആരെ അറിയിക്കാതെ, വീട്ടിലോ നാട്ടിലോ ആരെ അറിയിക്കാതെ ഇങ്ങനെ ഇത് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതിനുള്ള ഓഡിഷൻസ് കൊടുത്ത് കാസ്റ്റിംഗ് കോൾസ് നോക്കും, പോവും, ഷോർട്ട് ഫിലിംസ് ചെയ്തു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് 2023 മിഥുൻ ചേട്ടൻ്റെ അസിസ്റ്റൻറ്റ്, ഞങ്ങളുടെ ഓസ്ലറിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ പ്രിൻസ് ജോയ് എന്നെ വിളിക്കുന്നത് പോലെ ഒരു പരിപാടി ഉണ്ടെന്ന് വരണം എന്ന് പറഞ്ഞു. അവിടെ പോയി ഷോർട്ട് ഫിലിംസ് ഒക്കെ മിഥുൻ ചേട്ടൻ കണ്ടു ഓക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ അത് മമ്മൂക്ക അവിടെ നോക്കിയാൽ പറഞ്ഞു എന്നാലാണ് നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 1 വീക്ക് ഗ്യാപ്പിൽ മമ്മൂക്ക കഴിച്ചിട്ട് മമ്മൂക്കയുടെ തിരക്കുകൾ കാരണം ഒരു 1-1.5 ആഴ്ച അങ്ങനെ പോയി. മമ്മൂക്ക കണ്ടിട്ട് പറഞ്ഞു ഒന്നോ പയ്യൻ ചെയ്യട്ടെ എന്ന് അങ്ങനെ പറഞ്ഞു. എന്തോ ഭാഗ്യം അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഓസ്ലറിൽ വന്നത്. ഈ കാസ്റ്റിംഗ് ഉണ്ടല്ലോ, ഇപ്പോൾ ഓസ്ലർ ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയായിരുന്നു. അന്നത് നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ സാമ്യമൊന്നുമില്ല. അതപ്പോഴുമില്ല. അന്നത്തെ സീക്രട്ട് എന്തായിരുന്നു? അല്ല, അത് റോണക് ചേട്ടനാണ് നമ്മുടെ മേക്കപ്പ്. അപ്പോൾ കറക്റ്റ് ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. അതായത് മമ്മൂക്കാട് ഇവിടെ ഒരു പുള്ളിയുണ്ട്, ഇവിടെ ഒന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് വെച്ച് മുടി. അതുപോലെ പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് റെഫറൻസുകളൊക്കെ പഴയ പടത്തിൽ നിന്നൊക്കെ എടുത്തോ എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ കുറേ പടങ്ങൾ ആ സമയത്തിരുന്ന് കണ്ടു. പിന്നെ മമ്മൂക്കാനെ നമ്മൾ ചെറുപ്പം തൊട്ട് കാണുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ചൊക്കെ വളരെ കുറച്ചൊക്കെ എടുക്കാൻ പറ്റിയതിനകത്തുനിന്ന്. അത് സ്ക്രീനിൽ വന്നപ്പോൾ ആളുകൾ നന്നായിരുന്നു പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം അത് ഒരു ഉത്തരവാദിത്വം. അത് മമ്മൂക്കാടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതായത് എല്ലാവർക്കും അറിയാം മമ്മൂക്ക എങ്ങനെ നടക്കണമായിരിക്കണേ, എല്ലാ സിനിമകളും എല്ലാവർക്കും മലയാളികൾക്ക് അറിയാം. അപ്പോൾ അതൊരു വലിയൊരു ഉത്തരവാദിത്വം കൂടിയായിരുന്നു. കാത്തിരുന്ന് കിട്ടിയത് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. നല്ലായിരുന്നു. ജോണി ചേട്ടാ, അഭിനയിച്ചേക്കുന്നത് ഈ ഒരു ജെൻസി പിള്ളേരുടെ കൂട്ടത്തിലാണ്. അത് അവരുടെ സർ പ്രിൻസിപ്പൽ ആയിട്ടാണ്. ഹൗ വാസ് ഇറ്റ്? എങ്ങനെയുണ്ടായിരുന്നു പുതിയ ജെൻ പിള്ളേരുടെ കൂടെ അഭിനയിച്ചിട്ട്? മനുതമ്പാതി മൃഗംപാതി ഇത് രണ്ടും ചേർന്ന ഉരുവണ്ണ.
ഇങ്ങനെ പറഞ്ഞ നാട്ടുകാർ വിചാരിക്കും ഞാൻ എന്തോ വലിയ കുഴപ്പക്കാരനാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? എനിക്കറിയില്ല, എല്ലാരും എന്നെ ഇങ്ങനെ കാണുന്നത്. ഞാൻ എൻജോയ് ചെയ്തു. ഞാൻ അഭിപ്രായമൊക്കെ കഴിഞ്ഞല്ലേ വന്നേ. പിന്നെ ഇവരുടെ ഒരു രസമാണ്, നല്ല ഞാൻ പറഞ്ഞോ, ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇവർ. നല്ല കാസ്റ്റിംഗ് ആയിരുന്നു, എല്ലാവരും നല്ലതാണ്. ഇതിനകത്ത് ഒരുപാട് പേരുണ്ട്, ഇവർ മാത്രമല്ല ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഋഷിയുണ്ട്, സെറ്റപ്പ്. അപ്പോൾ എല്ലാവരും വളരെ നന്നായിട്ടുണ്ട്. ഇതിനകത്ത് ഓരോരുത്തരും അവരവരുടെ ഭാഗം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ആഗ്രഹിക്കുന്ന എല്ലാ ഇമോഷൻസും കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും എൻജോയ് ചെയ്യുന്നു. നമുക്ക് വലിയ ഭാഗ്യമല്ലേ ഇങ്ങനെ കുട്ടികൾ ഇവരോടൊക്കെ. എനിക്ക് തോന്നുന്നു എൻ്റെ മക്കളുടെ പ്രായം ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? കിടക്കട്ടെ. അല്ലല്ല, അവസാനം ഞാൻ പറയേണ്ടി വരരുത്, എന്നേലും പ്രായം കൂടി മക്കൾ എനിക്കുണ്ടെന്ന് പറയേണ്ടി വരും. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞ ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ്. പിന്നെ നല്ല ആൾക്കാരാണ് ഇവർ, നല്ല ഫ്യൂച്ചർ ഞങ്ങൾ ഇവർ കാണുന്നുണ്ട്. ഇവർ നാളെ ഈ പറഞ്ഞ പോലെ വലിയ ആളുകൾ തന്നെ ആവും, ഇവിടെ ഉണ്ടാവും. അത്യാവശ്യം വാണ്ടഡ് ആയിട്ടുള്ള ആക്ടേഴ്സായിട്ട് മാറും. ഈ ഡെർബി പിക്ക് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ ഡെർബി പിക്ക്, എല്ലാ പടവും പിക്ക് ചെയ്യുന്നവരെ ജീവിക്കണ്ടേ. അല്ല, പിക്ക് ചെയ്യാന്ന് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഇപ്പം ഞാൻ എന്നെ പോലെ ഒരാൾ ചൂസ് ചെയ്യാവേണ്ട കാര്യമൊന്നുമില്ല. ഒരു സംവിധായകൻ ഒരു ഇഷ്ടപ്പെട്ടൊരു പടമായിട്ട് വരുന്ന നിർമ്മാതാവ് വരുന്നു, അവർ ശ്രദ്ധിക്കേണ്ടത്രേ ഞാൻ ശ്രദ്ധിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അവരെടുക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. അല്ല ഞാൻ അയ്യോ അത് ഞാൻ എടുത്തില്ല അങ്ങനൊന്നുമില്ല. പിന്നെ ചില കഥ കേൾക്കുമ്പോൾ എൻ്റെതായ ചില തോന്നലുകൾ എനിക്കുണ്ട്, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്യില്ല. അല്ലാതെ എനിക്ക് ഓക്കെയാന്ന് തോന്നുന്നു. ഇപ്പോൾ പ്രിൻസിപ്പൾ നമുക്ക് മനസ്സിലാക്കാം, ഒരു അലമ്പ് കോളേജ്, അലമ്പ് പിള്ളേരുടെ ഒരു പ്രിൻസിപ്പൾ നമുക്ക് ഊഹിക്കാൻ പറ്റും. എത്രയോ അതിനു മുമ്പ് എത്രയോ ലെജൻസ് ചെയ്തിട്ടുള്ള റോളുകളായത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കത്, ഇപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, എനിക്ക് ഏറ്റവും അധികം സിനിമയിൽ പ്രിൻസിപ്പളെ, മാനേജറെ, അധ്യാപകനൊക്കെ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് സിനിമ പറയുകയാണ് എൻ്റെ ഏറ്റവും എനിക്കിഷ്ടം സർവകലാശാല എന്ന സിനിമയാണ്. അതിനകത്ത് അടൂർ ഫാസിൽ സാറിനെ പോലെ ഒരു മാനേജർ, പ്രിൻസിപ്പൾ അച്ഛൻ ചിന്തിക്കാൻ പറ്റില്ല. എന്ത് രസമാണ് അത്. ആ ഡയലോഗ് ഡെലിവറിയൊക്കെ ഫാസിൽ സാർ വേറൊരു ലെവലിലാണ്. ശങ്കരാടിച്ചേട്ടൻ ഒരിക്കലും നല്ലത് പറയാത്തൊരു മനുഷ്യൻ, എന്തിനും നെഗറ്റീവ് കാണുന്ന ഒരാളെ കറക്റ്റ് പോയിന്റിൽ. അമ്പിളിച്ചേട്ടൻ, കുട്ടനാടൻ, ഫാദർ കുട്ടനാടൻ, എനിക്ക് എൻ്റെ അങ്ങനെ ഒരുപാട് പേര് അത് ഇങ്ങനത്തെ വേഷങ്ങൾ. ഞാൻ പറയാം, ഇപ്പം നമ്മളിതിനകത്ത് അച്ഛനൊന്നും അല്ല എങ്കിൽ പോലും ഒരു പ്രിൻസിപ്പൾ കുഞ്ഞു മുഹമ്മദ്, ഇവരൊക്കെ നന്നായി കാണണം, എങ്ങനെയൊക്കെ നന്നാവടാ എന്നാഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ജിൽജിൽ മനുഷ്യനാണോ? ഞാൻ ഇവരോടെ കൂടും, പക്ഷേ എല്ലാം ചിലപ്പോൾ സമ്മതിച്ചിട്ട് ചെയ്യേണ്ടെന്ന് പറയും. അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ ഇവർ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകും, മര്യാദയ്ക്ക് ജീവിക്കുക. അപ്പോൾ പ്രിൻസിപ്പൾക്ക് തന്നെ ക്യാമ്പസ് സമാധാനമായിരിക്കണം. അതിനെതിരെ നിൽക്കുമ്പോൾ നമ്മൾ ഇമോഷനാവും, ചൂടാവും, അതൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തത്. ഈ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ ഇതുപോലെ പോവും, അഭിനയിക്കാനും അല്ലാണ്ടും ഒക്കെ പോകുമ്പോൾ നമ്മുടെ സ്കൂളിലെയും കോളേജിലെയൊക്കെ സാറുമാരെയൊക്കെ നമ്മൾ ഓർക്കുമല്ലോ. അങ്ങനെ ഓർമ്മ വന്ന ഒരാളാരാ? ഇപ്പം എനിക്ക് നമ്മളെ കെമിസ്ട്രി പഠിപ്പിച്ചിരുന്ന സാറുണ്ടായിരുന്നു, സെബാസ്റ്റ്യൻ സാറെന്നാണ്. ഞാൻ സാറിനെ ഇവിടെ പോയി കണ്ടായിരുന്നു. അപ്പോൾ സാറിനെ കളിയാക്കി പിള്ളേർ വിളിക്കുന്നത് ജീരകം എന്ന്. അപ്പോൾ പുള്ളിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്നോട് പറയാം, അങ്ങനെ എനിക്ക് ജീരകം എന്ന് പേര് വന്നത്. അതാ പുള്ളി ഇങ്ങോട്ട് പറയുക. അത്ര എനിക്ക് സ്റ്റൈലൊക്കെ കൊണ്ട് നല്ല കെമിസ്ട്രി വലിയ പാടാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഞാൻ വലിയ ബുദ്ധിയുള്ള വിദ്യാർത്ഥിയല്ല, പക്ഷേ നമുക്ക് ആ മനുഷ്യൻ അദ്ദേഹം പഠിപ്പിച്ചാൽ മനസ്സിലാവും. ഇന്ന് H2O വെള്ളമാണെന്നും MG മഗ്നീഷ്യം എന്നൊക്കെ ഞാൻ ഓർത്തിരിക്കുന്നതിന് കാരണം പഠിപ്പിച്ചുകൊണ്ട്. അത് പുള്ളിക്ക് സ്റ്റൈലുണ്ട്. ചോക്കൊക്കെ എടുക്കുന്നത് ഇങ്ങനെയൊക്കെ എടുക്കും, ചുമ്മാ എന്നിട്ട് കൈ ഇങ്ങനൊരു ഒരു സ്റ്റൈലാണ് സാറെന്ന് പറയില്ലേ. പിന്നെ ഇമ്പോസിഷൻ എഴുതിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു, അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1000 പ്രാവശ്യം എഴുതിക്കൊള്ളാൻ പറയും. 1000 പ്രാവശ്യമേ അങ്ങനെ വായി തോന്നുന്നു. ദൈവമേ 100 പുള്ളിക്ക് വരികയില്ല, ചെറിയതായിട്ട്. അത് ഞാൻ പറയാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അധ്യാപകരുണ്ട്. ഒരുപാട് ഞാൻ ശരിക്കും പറഞ്ഞാൽ SLC ഒക്കെ ജയിക്കാൻ കാരണം അധ്യാപകർ തന്നെ. അത് ഒരുപാട് പേരുണ്ട് നമുക്കങ്ങനെ. ഞാൻ സെൻറ് ജോൺ ബാപ്റ്റിസ്റ്റ് ഹൈസ്കൂളിൽ നിന്ന് നെടുങ്കുന്നത്തെ ഒരു സ്കൂളായിരുന്നു. അവിടെ പുള്ളി അവിടെയുള്ള PS മാത്യു സാറ് ഹെഡ് മാസ്റ്റർ, VN ജാക്കോ സാറ് മലയാളം, ബയോളജി അന്നമ്മ ടീച്ചർ, ജോബ് സാറ് ഫിസിക്സ്, സുഭാഷൻ സാറ് കെമിസ്ട്രി, കണക്ക് K തോമസ് സാറ്, മലയാളം VN ജാക്കോ സാറ്. അവരൊക്കെ നമ്മളിപ്പോഴും ഞാൻ പറയില്ല ഓർത്തിരിക്കുന്നതിന് കാരണം അതുപോലത്തെ അധ്യാപകർ എന്ന് പറയില്ലേ. നമ്മുടെ
ഇതെൻ്റെ കർമ്മമാണെന്ന് വിശ്വസിച്ച് കുട്ടികളെ മക്കളെ പോലെ കണ്ട് തിരുത്താൻ ശ്രമിക്കുന്ന യഥാർത്ഥ അധ്യാപകർ. ഇന്നതില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഒരുപാട് അന്തരം വന്നു. പിള്ളേർ തല്ലാനൊന്നും വേണമല്ലോ. അടി എന്നൊക്കെ പറയാം, എന്നെ അടി എൻ്റെ കർത്താവേ. ചൂരില്ലാത്ത ടീച്ചേഴ്സ് ഇല്ല. അയ്യോ അടി. അതോ ടീച്ചേഴ്സ് വരില്ല ക്ലാസ്സിലേക്ക്. ഞാനുണ്ട് ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ തല്ലേണ്ട സാറ് പറഞ്ഞു, പുള്ളി ജോർജ് സാറ് വർഗീസാറിൻ്റെ സാറുണ്ട്, സാറേ എനിക്ക് ഓരോരുത്തരൊരു വേദനോ 2 കൊടുത്തേക്കാൻ. വേറെ ആളെ ഏൽപ്പിച്ചു. പോലീസുകാരൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പം എനിക്ക് ഏറ്റവും പേടി പുള്ളിയുടെ വർഗീസാറിൻ്റെ അടി കൊള്ളാനാണ്. അത് എനിക്ക് തുടക്കിട്ട് അടിക്കുന്ന പറഞ്ഞാൽ പേടിയായിരുന്നു. എൻ്റെ പൊന്നെ, ഏതോ നമ്മൾ ഇങ്ങനെ പോകുമല്ലോ, അതൊക്കെ ഒരു കാലം. പക്ഷെ അവരെല്ലാം ലെജൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഒരു പരിധി വരെ ഈ ഗുരുക്കന്മാരുടെ സ്നേഹവും അവരെ കാണുമ്പോൾ ഒരു ബഹുമാനവും ഒക്കെ നമുക്ക് ഇന്നും നമ്മൾ തുടരുന്നതിൻ്റെ കാരണം വെച്ചാൽ അതിലൊരു വലിയ സത്യമുണ്ട്. പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഓട്ടോറിക്ഷക്കാർ മിക്കവാറും ഈയിടെ സാറിനോട് പറഞ്ഞാൽ വണ്ടിയൊന്നും കിട്ടാനില്ലെങ്കിൽ നിൽക്കുക. അപ്പോഴാണ് ഓട്ടോറിക്ഷ സാർ ടീച്ചറായിട്ട്, പുള്ളിയുടെ വൈഫ് ടീച്ചറാണ്. ഇവർ 2 പേരും കരുതി ഇവിടെ 2 പൈസയും മേടിച്ചില്ലെന്ന്. ഇപ്പം എല്ലാവരും കളക്ടറായി പോയാൽ ഓട്ടോറിക്ഷ കിട്ടുമോ? അപ്പം സാധാരണക്കാരാണ് ഏറ്റവും അധികം അധ്യാപകരെ ഓർക്കുന്നത്. അവരുടെ ലൈഫിൽ ഒരു ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പം എനിക്ക് അധ്യാപനാണ് ഇഷ്ടം. ഞാനിപ്പോൾ ഒരുപാട് പടത്തിൽ അധ്യാപകരായി. ഇപ്പം ആഘോഷത്തിൽ അധ്യാപനായിരുന്നു. കുറേ അധ്യാപകർ, മറ്റേ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. എന്താ ജസ്നയുടെ കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ സുമതി വളവിന്റെ ഡയറക്ടർ പറയായിരുന്നേ, ജസ്നയുടെ ഒരു ഫാൻ ബേസിന്റെ പവർ പുള്ളി അറിയുന്നത്, പുള്ളി തിയേറ്ററിലേക്ക് സിനിമയ്ക്ക് പുള്ളിയുടെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കപ്പിൾ വന്ന് പിടിച്ചു നിർത്തിയിട്ട് ജസ്നയ്ക്ക് കുറച്ച് സീനേ കൊടുത്തിട്ടുള്ളൂ, ചെയ്തത് പുള്ളിക്കാർ നല്ലോണം ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവളുടെ ഒരു ഫാൻ പവർ അറിയുന്നതെന്ന്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, ഇൻക്ലൂഡിങ് യു. ഇവരുടെ ഒരു ഫാൻ ബേസ് ഉണ്ടല്ലോ. നിങ്ങൾ ഒരുപാട് കോളേജസിലൊക്കെ എൻ്റെ പ്രൊമോഷൻ ഭാഗമായിട്ട് പോയിട്ടുണ്ടല്ലോ. ഇവരുടെ ഒരു ഫാൻ ബേസ് ഉണ്ടല്ലോ, ഒരു മേജർ സെലിബ്രിറ്റിക്ക് കിട്ടുന്ന അത്രയും അംഗീകാരം കിട്ടുന്ന ആൾക്കാരാണല്ലോ. നിങ്ങളത് എപ്പോഴെങ്കിലും എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടോ? അമീന്റെ തലവട്ടം കണ്ട കോളേജ് ഇളകി മുറി. ഒച്ചപ്പാടാണ്. അമീൻ എന്ന് പറഞ്ഞ പിള്ളേർക്ക് ഹരവാ. അതിന്റെ അടി ഇനി വരും കമന്റ്, ഹരമില്ലാത്തവന്മാരെല്ലാം ഹരമില്ലാത്തവന്മാരെല്ലാം ഇപ്പൊ ഇല്ലട്ടോ. അപ്പൊ എന്തിട്ടാലും നമുക്ക് അതിന്റെ താഴെ അത് നോക്കാം. സീരിയസ് ആയിട്ട് പറഞ്ഞാ അമീന് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. അത് നമ്മുടെ പടത്തിന് ഉപകരിക്കുന്നു, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. അവരൊക്കെ തന്നെ പടം കണ്ട പടം സൂപ്പറേറ്റ് ആയി. അമീനും പിന്നെ ഹരിക്കും ഋഷിനും എല്ലാവരും. ഇവരാരെങ്കിലും പ്രൊമോഷൻ ഇല്ലെങ്കിൽ അവിടെ നിന്ന് ചോദിക്കും, ഹരി എവിടെ, അവര് വന്നില്ലേ? അതെ, നിങ്ങൾക്കുള്ളൊരു പിടുത്തം ഉണ്ടല്ലോ, അത് ഭീകരമാണ് കേട്ടോ. ഈ കോണ്ടന്റ് ക്രിയേഷൻ ഉണ്ടല്ലോ, അതായത് അമീനൊക്കെ ആക്ച്വലി നിങ്ങളുടെ മൊത്തം ടീം നിങ്ങൾ അത്യാവശ്യം നല്ല ഹിറ്റ് ആയിട്ടാണ് ഞാനൊക്കെ നോട്ടീസ് ചെയ്യുന്നത്. നിങ്ങളിത് എന്ന് തുടങ്ങുന്നതാ? നമ്മളിപ്പോ തുടങ്ങിയിട്ട് ഒരു 3.5 കൊല്ലമായി. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം സിനിമ എന്നതാണോ? ആണോ അൾട്ടിമേറ്റ് ആഗ്രഹം സിനിമ? നമുക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ ഒട്ടും ക്ഷമയില്ലാത്ത കൂട്ടത്തില്ല. അപ്പൊ എങ്ങനെയും ഈ പറഞ്ഞ പോലെ കുറെയൊക്കെ ചാൻസ് ഒക്കെ ചോദിച്ച് നടന്നപ്പോൾ മനസ്സിലായി ഇത് അങ്ങോട്ട് എത്തുന്നില്ല. ഈ പറഞ്ഞ പോലെ പോയിട്ട് പിന്നെ ഇത് കുറേ കേട്ട് ഇങ്ങോട്ട് ക്ഷമ കിട്ടണല്ലോ, എങ്ങനെയാലും ഇത് എത്തിയല്ലേ പറ്റൂ. അങ്ങനെയാണ് വീഡിയോസ് പരിപാടി ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ആക്സസ് കിട്ടുമല്ലോ, ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കുകയും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വീഡിയോ തന്നെ അത്യാവശ്യം ഹിറ്റായി. അപ്പോൾ ഓക്കെ, ഇത് തന്നെ തുടരാം, എന്തെങ്കിലും വരും. അങ്ങനെയാണ് പിന്നെ ഉജ്ജ്വലനെ വിളിച്ചു. പിന്നെ അവിടെ നിന്ന് പ്രകമ്പനത്തിൽ കിട്ടി. അതിനോടെ തന്നെ ഡെർബി വന്നു. പിന്നെ അങ്ങനെ കുറച്ച് പരിപാടി വരുന്നുണ്ട്. അപ്പൊ ഇപ്പോഴും ഈ കോണ്ടന്റ് ക്രിയേഷൻ സ്ഥിരമായിട്ട് ചെയ്യണില്ലേ? അതും ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് തന്നെ ചെയ്യുന്നില്ലേ? നിങ്ങളെല്ലാവരും ഇപ്പൊ നിങ്ങൾ 4 ആള് സിനിമയിലേക്ക് കയറി കഴിഞ്ഞ് ഈ പരിപാടി അങ്ങ് നിൽക്കുവോ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ വന്ന വഴി ഇതാണല്ലോ. കാരണം ഇനി അങ്ങോട്ട് കുറെ പോസിബിലിറ്റീസ് കിടക്കുന്നേ ഉള്ളൂ. കാരണം ഇപ്പൊ സ്റ്റാർട്ടായിട്ടല്ലേ ഉള്ളൂ. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മളിങ്ങനെ അത് അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നിർത്താൻ ഉദ്ദേശമില്ല. അതിൻ്റെ വേറൊരു ഹൈ വെർഷനായിട്ട് വരും. പറഞ്ഞ പോലെ ചെറിയ വീഡിയോസ് നിർത്തിയിട്ട് വലിയ വലിയ പരിപാടികൾ. ഈ ഇപ്പൊ റീൽ നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആണ്, നിങ്ങളുടെ തന്നെ ക്രിയേഷൻസ് ആണ്, നിങ്ങളുടെ കൂടെ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ കൂടെ അഭിനയിക്കുന്നത്. ഇത് സിനിമ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണല്ലോ. ഇതുപോലെ ഇപ്പൊ ജോണി ചാറിനെ പോലെ അത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഇവരെ പോലെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരുണ്ടാവും. ഇത് രണ്ടാണ്. അപ്പൊ അഭിനയത്തിനോടുള്ള ഇഷ്ടമുണ്ട്, ബട്ട് സ്റ്റിൽ ഇത് കഴിഞ്ഞിട്ടേ ഇത് ഓക്കെയാണ്, എന്നെ കൊണ്ട് ഇത് പറ്റും, സെറ്റ് ആണെന്ന് തോന്നിയത് എപ്പോഴാ? എനിക്കത് തുടക്കത്തെ സിനിമ വരുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് എനിക്കിത് പറ്റും. കാരണം അത്ര ആഗ്രഹിച്ചിരിക്കുകയുള്ളൂ. കാരണം വീട്ടുകാരെ വെറുപ്പിച്ച് ഈ പറഞ്ഞ കാനഡയിൽ പോയിട്ട് തിരിച്ചു വന്ന് അത്രയും ഫണ്ട് ഈ പറഞ്ഞ പോലെ റീഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും തുടക്കത്തിൽ അതെന്താവും, ക്യാഷ് എന്താവും, അതൊക്കെ ക്ലോസ് ചെയ്തു.
അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് എങ്ങനെയാലും എനിക്ക് നിന്നേ പറ്റൂ, ഇതുമായിട്ട് മുമ്പോട്ട് പോയേ പറ്റൂ. അത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ പ്രകമ്പനത്തിലായാലും അവർ പറയും, കാരണം ഞാൻ വന്നപ്പോഴത്തേലും തുടക്കക്കാരനൊരു പരിപാടി കിട്ടില്ല, കാരണം എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ, അത് എങ്ങനെയും അങ്ങനെ. കാരണം സാഗറിന്റെ ഗണപതി അറിയാമല്ലോ, സാഗർ പണി കൂടി പൊളിച്ചു വെച്ചേക്കണ് ഗണപതി ചേട്ടാ എത്രയോ നാളുകൊണ്ട് ഇൻട്രസ്റ്റ്. അപ്പൊ അവരുടെ മുമ്പേ ഞാൻ എന്തെങ്കിലും അവരുടെ ഒപ്പം പിടിച്ചിരിക്കണമെങ്കിൽ കോൺഫിഡൻസ് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ രണ്ടാളുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ സിനിമയോടുള്ള ഒരു പാഷൻ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹേർഡ് യു സെയിങ് ലൈക്ക് എന്താ കലൂര് വന്ന് താമസിച്ചിട്ട് ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാൻ വീട്ടിലറിയില്ല, ഇപ്പോഴും അറിയില്ല. ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചിട്ടില്ല. ഞാനായിട്ട് പറഞ്ഞിട്ടില്ല, വല്ല ഇന്റർവ്യൂ ഒക്കെ ആരിലൊക്കെ പോയി പറയണമെന്ന് എനിക്കറിയില്ല. ഇത് ചോദിച്ചിട്ടില്ലേ? ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാന്ന് പറഞ്ഞ് കലൂര് വന്ന് താമസിച്ചു, കുറച്ചുനാൾ അവിടെ നിന്ന് താമസിക്കുകയും ചെയ്തു. അവസാനം ഇതൊന്നും നടക്കാണ്ടായപ്പോ തിരിച്ചു പോവുകയും. കുറെ കണക്ഷൻസ് കിട്ടി അവിടെ നിന്ന്, നെറ്റ്വർക്കിംഗ് നടന്നു. ആണല്ലേ? ആ ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിപ്പോ ഈ ആദിലിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോയത്. അങ്ങനെ ഇത് ഫുൾ കരഞ്ഞിട്ടൊക്കെ പോയ സ്ഥലത്ത് നിന്ന് ഒരു സൈക്കിൾ എടുത്തോണ്ട് പോയി 70 കിലോമീറ്റർ അല്ല 70 കിലോമീറ്റർ സൈക്കിൾ എടുത്ത് പോവാ. ഗംഗയുടെ ചരിത്രമൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സിനിമ കണ്ടപ്പോ ആദ്യത്തെ സിനിമ തന്നെ അത്രയും ഹൈപ്പാണ്. ഇത് ഇനി എത്ര സിനിമകൾ ചെയ്താലും ആ സിനിമ അവിടെ കിടക്കൂലോ, കാരണം ആ പാട്ട് അത്ര ഹിസ്റ്റോറിക് പാട്ടും, നമുക്കൊരു പാട്ട് ഫുൾ ലെങ്ത് പാട്ട് നമ്മുടെ ഇതിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. ഹൗ ഡിഡ് യു ഫീൽ ആഫ്റ്റർ ഓസ്ലർ? ഒരു ഫീൽ എന്തായിരുന്നു? ഓസ്ലർ കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര പറഞ്ഞറിയിക്കാനൊന്നും പറ്റില്ല. ഞാൻ എന്താ പറയുമ്പോൾ ഇവരൊക്കെ നേരിട്ടേണ്ട ആൾക്കാരാണ്, ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ പക്ഷെ അവിടെ നിന്ന് അത് സ്റ്റെപ്പ് 1 എടുത്ത് കാല് വെച്ചിട്ടുള്ളൂ, എനിക്ക് കിടക്കുക. അത് അവിടെ തീരില്ല പരിപാടി. സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾ അല്ല, അതിൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. അത് അവിടെ കൊണ്ട് തീരണല്ല. അതിപ്പോൾ അതൊരു പടം അഭിനയിച്ചു ബാക്ക് ടു ബാക്ക് നമുക്ക് ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ, അതൊന്നും നടപടിയൊന്നുമില്ല. അതൊക്കെ പതുക്കെ നമ്മൾ ബ്രിക്ക് ബൈ ബ്രിക്ക് അങ്ങനെ പതുക്കെ കയറി വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിനുശേഷം പോയി ചാൻസ് ചെയ്യും, അതിനുശേഷം ആൾക്കാരെ പോയി കാണും, അതൊക്കെ ഒരു പരിപാടി. ചെയ്യലുണ്ട്. പിന്നെ അതൊക്കെ സൈഡിൽ കൂടെ ചെയ്യലുണ്ട്. പിന്നെ ആകെ അറിയാവുന്ന, അല്ലെങ്കിൽ കുറച്ചെങ്കിലും അറിയാവുന്ന സ്വയം ഒരു വിശ്വാസമുള്ള പരിപാടി ഇതുള്ളൂ, വേറെ ഒന്നും ഇല്ല. എൻ്റെ ഉമ്മച്ചിയുടെ വാപ്പ ഉണ്ട്. എൻ്റെ ഉമ്മച്ചിയുടെ വാപ്പ ആള് മരിച്ചു. അപ്പോൾ ഉമ്മച്ചിയുടെ വാപ്പ ഫ്രൂട്ട്സിൻ്റെ കച്ചവടം, ഉണ്ടുവണ്ടിയിൽ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ പുള്ളി അത്യാവശ്യം എല്ലാ സിനിമകളും പോയി കാണുമായിരുന്നു, എല്ലാ സിനിമകളും പോയി കാണും, എന്നെ കൊണ്ടേ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ വെള്ളിയാഴ്ച എനിക്ക് കാസറ്റ്, അന്ന് കാസറ്റ് എടുത്തുകൊണ്ട് തരും. എന്താ ഈ വെള്ളിയാഴ്ച വല്ല എടാ എനിക്ക് 25 വയസ്സ്, ഞാൻ 99. അപ്പോൾ ഈ വെള്ളിയാഴ്ച വല്ല വെള്ളിയാഴ്ച വരെ ഈ സിനിമ തന്നെ കാണും. പിന്നെ അടുത്ത വെള്ളിയാഴ്ച എനിക്ക് കാസറ്റിൻ്റെ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു, സിനിമ തന്നെയായിരുന്നു. ഇപ്പോഴും നമ്മൾ അതിനോട് തന്നെ. ഈ ഓസ്ലറിൽ നിങ്ങൾക്ക് ഫ്ലാഷ് ബാക്കിലുള്ളവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ കിട്ടിയത് ഒരു ഭയങ്കര പ്രോമിനൻസ് സംഭവമാണ് അല്ലേ? തുടക്കമാണെങ്കിലും കിട്ടിയത് അങ്ങനെ ഒരു സാധനമാണ്. ഇപ്പൊ ഡെർബിയിലേക്ക് വരുമ്പോഴും ഈ ഓപ്പോസിറ്റ് നിന്നിട്ട് ചെയ്യാനുള്ള സാധനം ഉണ്ടല്ലോ. ഹൗ ഡു യു ഫീൽ? അടിപൊളിയാണ്. ഇതുപോലെ ഞാൻ സാറിനോട് മറ്റേ തോപ്പിൽ ജോപ്പന്റെ സമയത്തൊക്കെ ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആക്ട് ലാബില് ആണ് ഞാൻ പഠിച്ചത്, സജീവ് സാറിന്റെ. അപ്പം സാർ അവിടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അന്ന് കുറേ നാളായിട്ട് ഇതിൻ്റെ ബാക്കിലാണ്. അപ്പോൾ ഞങ്ങൾ ആക്ട് ലാബ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവിടെയാണ് പ്ലേകളും പരിപാടികളൊക്കെ ചെയ്യുക. അപ്പം നല്ലൊരു ആക്ടർ ആവണം എന്നുള്ളത് തന്നെയാണ് മെയിൻ. അപ്പം ഓസ്ലറിൽ കിട്ടണതും ആഹാ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട് ബിപിൻ പോൾ സാർ. അപ്പം അതിലെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഓസ്ലറിൽ വിളിച്ചത്. അപ്പം കിട്ടാൻ ഈ പറഞ്ഞ പോലെ നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പോൾ ആ സമയത്ത് പ്ലേകൾ ചെയ്യുക, പിന്നെ നമ്മൾ അങ്ങനെയാണ് പോണത് കാര്യങ്ങൾ. പക്ഷേ ഓസ്ലറിൽ ഈ ജനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറയണത് എന്താണെന്ന് മനസ്സിലായത് ഓസ്ലറിലൂടെ. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഇവനിപ്പം ഒരു സൈലൻസ് ഇട്ടല്ലോ, ഭയങ്കര സന്തോഷമായെന്ന് പറയണത് നിലവിളിച്ച് നമ്മൾ കരയായിരുന്നു സന്തോഷം കൊണ്ട്. അത് അത്രയും നമ്മൾ കരഞ്ഞിട്ടുണ്ട്, കെട്ടിപ്പിടിച്ച് 4 പേരും, ഷെജി, ഞാൻ, ശിവഹരിയൻ. നമുക്കറിയില്ലല്ലോ ഇപ്പം മമ്മൂക്ക വരണു ഒരു സിനിമയിൽ, നമ്മളത് സ്വപ്നം പോലും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ജയറാമേട്ടൻ്റെ ഒപ്പം. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രസ് മീറ്റിൻ്റെ ഇടയിൽ ഞങ്ങളുടെ പേരെടുത്ത് പറയുന്നു, എൻ്റെ പേരൊക്കെ അറിയോ? അയ്യോ, ആ പ്രസ് മീറ്റ് കണ്ടാലുണ്ടല്ലോ മമ്മൂക്കയുടെ പുറകിലാണ് അതും ഇരിക്കുന്നത്.
ഫുള്ള് മമ്മൂക്കനെ നോക്കിയിരിക്കും. ഒരു പെൺകുട്ടി പോലും അങ്ങനെ മമ്മൂക്കനെ അത്ര ക്രഷ് അടിച്ച് നോക്കില്ല, അങ്ങനെ നോക്കിയിരിക്കുക. അത് ആരെങ്കിലും നോക്കിയിരുന്ന് പോവും. അതും പക്ഷെ ഇത്രയും വരുന്നത് മമ്മൂക്ക ഇങ്ങനെ മമ്മൂക്കയുടെ നമുക്ക് സീനില്ല മമ്മൂക്കയായിട്ട്. അപ്പം മമ്മൂക്ക പെർഫോം ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പോയി നിൽക്കും, ലെജൻഡാണ് അപ്പം കാണാൻ വേണ്ടി. അപ്പം കഴിഞ്ഞിട്ട് മമ്മൂക്ക ഞങ്ങളുടെ എന്തോ സീനുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മൂക്ക ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാനും ശിവഹരിഹരനുമാണ് ഇങ്ങനെ നിൽക്കണേ. മമ്മൂക്ക എണീറ്റ് വരുമ്പോൾ തന്നെ സെറ്റ് ഭയങ്കര അലേർട്ടാവും. എല്ലാവരും സൈലൻ്റായി എണീറ്റ് നിൽക്കുകയാണ്. മമ്മൂക്ക ഇങ്ങനെ നടന്നു പോകുമ്പോൾ നടന്ന് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഹാർട്ട് ബീറ്റ് കൂടി. മമ്മൂക്ക ഇവിടെ നിന്നു, ഞങ്ങളിങ്ങനെ നിൽക്കാം. അപ്പം ശിവഹരിഹരൻ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്നിട്ട് ഞങ്ങളൊന്നും സംസാരിക്കാത്തതുകൊണ്ട് നമുക്ക് ചോദിച്ചു, ഈ സിനിമയിലുള്ളതാണോ എന്ന് ചോദിച്ചു. ഒന്നും പറയാൻ പറ്റുള്ളൂ നമുക്ക് തിരിച്ച്, പേടിച്ചിട്ടേ കുറേ നേരം നിന്ന്. ഇപ്പം ശിവഹരിഹരൻ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ മുന്നോട്ട് പോകാനും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റണില്ല, ഫ്രീസായി പോയി, സ്റ്റക്കായി. അത് കഴിഞ്ഞ് മമ്മൂക്ക പോയി. എല്ലാവരും വന്ന് ചേടാ എന്താണ് നിങ്ങൾ മിണ്ടാത്ത. അപ്പം എനിക്ക് അനങ്ങാൻ പറ്റണില്ല. ശിവഹരിഹരനോട് എൻ്റെ ഇത്രയും ഭാഗം ഫ്രീസായി പോയി. അങ്ങനൊരു മനുഷ്യന്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നമ്മളിപ്പോൾ നമുക്കൊരു എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മളൊരിക്കലും നമ്മുടെ ഒരു സെറ്റിൽ നമുക്ക് മടുത്തുന്നോ ഒന്നും നമ്മൾ പറയില്ല. അല്ല, ഞാൻ പറയില്ല. അത്രയും ഹാർഡ് വർക്ക് നമ്മൾ മമ്മൂക്ക ചെയ്യണത് കണ്ടിട്ടേ 2 മണി 3 മണിക്കൊക്കെ ഫുൾ ചാർജായിട്ട് നമ്മളിങ്ങനെ മറ്റേ കുഴഞ്ഞിരിക്കുമ്പോ മമ്മൂക്ക ഇരിക്കണ ഡൊമിനിക്കിൻ്റെ ലൊക്കേഷനിൽ വെച്ചുണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ അടുത്ത് ആ സമയത്ത് ഞാൻ പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത പടം ചെയ്യണല്ലോ, ചെയ്യണ്ട പേടിയാവും കേൾക്കുന്നു. പക്ഷെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല അത്. നീ അടുത്ത പടം ചെയ്യണല്ലോ, ചെയ്യണം. അപ്പം അതൊക്കെ നോക്കി ചെയ്താൽ മതി. ആ ലൊക്കേഷൻ പിക്ചർ എടുത്തിട്ടാണോ മമ്മൂട്ടി കമ്പനിയുടെ എന്നെ പൂജയ്ക്ക് വിളിച്ചതാ. ഓ ഇൻവിറ്റേഷൻ കിട്ടിയതാ. ഡൊമിനിക്കൻ പൂജയ്ക്ക് വരണമെന്ന് പറഞ്ഞു. ഈ ജഗദീശേട്ടൻ എന്താ പറഞ്ഞേ കണ്ടിട്ട്? ജഗദീഷേട്ടൻ നന്നായിട്ട് ചെയ്തു എന്നുള്ളത് പറഞ്ഞു. അതിന് മുന്നേ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി തൃശ്ശൂർ പോയി വെയിറ്റ് ചെയ്ത്. അപ്പം ജഗദീഷേട്ടന് സീനുണ്ട്. നമുക്ക് ജഗദീഷേട്ടൻ ഒബ്സർവ് ചെയ്യണമല്ലോ. അപ്പം ജഗദീഷേട്ടൻ പിടിച്ച മാനറിസം പരിപാടികളൊക്കെ ഞാൻ നോക്കി, എങ്ങനെയാണ് വർക്ക് അദ്ദേഹം നടക്കുന്ന രീതിയും അത് മിമിക്രി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അതുപോലെ ആവരുത്, ഒരു സോൾ ഉണ്ടാവണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഞാൻ പോയിട്ട് ജഗദീഷേട്ടനെ പറ്റി വിട്ടു, ഞാനാട്ടാ ചെറുപ്പം, ഞാൻ തൻ്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്, സൂക്ഷിക്കണം ദൈവമേ, സൂക്ഷിക്കണം, നന്നായിട്ട് ചെയ്യണം കേട്ടോ. ശരി, പിന്നെ വർക്ക് ചെയ്തിട്ടാ ചെയ്തത്. ഈ ജോണി ചേട്ടൻ്റെ അടുത്ത് ചാൻസ് ചോദിച്ചപ്പോ എന്തായിരുന്നു പറഞ്ഞത് തോപ്പിൽ ജോപ്പന്റെ സമയത്ത്? എനിക്കെന്നെ ഇവിടെ പരിപാടി, അതിൻ്റെ ഇടയിൽ പടം നടക്കട്ടെ, നടക്കുമ്പം എൻ്റെ ഭാഗ്യത്തിന് പലരും ഞാൻ സെറ്റിൽ ചെല്ലുമ്പോൾ സാർ ചിലർ ചില പെൺകുട്ടികൾ വന്നിട്ട് സാർ ചിന്ത എൻ്റെ ആങ്ങളെ സാറിനോട് ചാൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് കർത്താവേ ഞാൻ എങ്ങനെയാണ് റിയാക്ട്. പക്ഷേ സാർ നല്ല അഡ്വൈസ് കൊടുത്ത് വിട്ടത്. 99 പേർക്കും ഞാൻ ഒരുവിധം നല്ലതായിരുന്നു അങ്ങനെ. കാരണം അവരെ ഒരു ഞാൻ ചാൻസ് ചോദിച്ച് നടന്ന ആളായതുകൊണ്ട് ചിലപ്പോൾ കാലം പിടിക്കാത്ത സമയത്തായിരിക്കും വന്ന് ഏതാ നമ്മൾ പ്രോജക്റ്റ് നടക്കുന്നില്ല, കാര്യങ്ങളുമില്ല, അപ്പോൾ വന്നിട്ടായിരിക്കും ഏതാ ചാൻസ്. ഇപ്പം മൂസ അനൗൺസ് ചെയ്തപ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ വിളിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സാണ് സാർ. അപ്പം ഞാൻ പറഞ്ഞു ആ പടം വർക്ക് ചെയ്തവരെല്ലാം എന്നെ വിളിച്ചിട്ട് അവരെ ഫിക്സ് ചെയ്തെന്ന് പറഞ്ഞു. ഏതേ നേരത്തെ ഉണ്ടായിരുന്നു. കാരണം ഇത് നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം, അത് ഈ ജോപ്പൻ സമയത്തൊക്കെ ഞാൻ അതീവ ടെൻഷൻ, ജോപ്പനല്ലേ ചോദിച്ചേ, അതീവ പ്രഷറാണ്. പ്രൊഡക്ഷൻ സൈഡ് റെഡി ആയിട്ടില്ല, ആയതൊക്കെ കുഴപ്പങ്ങൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കൂട്ടിമുട്ടിക്കേണ്ട ഒരു ഉത്തരവാദിത്വം വരുമ്പോൾ നമ്മൾ ഇതാകും. പക്ഷേ 99% ഞാൻ അതിനകത്ത് ഇതായിട്ടാണ് മോനോട് അങ്ങനെ ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞറിയോ, മിക്കവാറും ഞാൻ അങ്ങനെ അല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം എനിക്ക് വിഷമമായി. അല്ല പക്ഷേ എന്തായാലും അദ്ദേഹത്തിന്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റി. അതന്നെ ഇപ്പം കറങ്ങി തിരിഞ്ഞ് മമ്മൂക്കയുടെ ഒപ്പം അഭിനയിക്കാൻ പറ്റി.
എന്തോ പറയുന്നു. അത് രാവിലെ ചോദിച്ചു. മൂസ കുട്ടി മൂസ എൻ്റെ മക്കളുടെ പ്രായമുള്ള ആരും ഇല്ല. ഓസി. പക്ഷെ പട്ടീനെ കൊണ്ടുനടക്കണ ആരിലൊക്കെ അപ്പൊ മൂസയ്ക്ക് മക്കളൊക്കെ ആവാറില്ലേ? ഇല്ല മൂസയ്ക്കും ജെയിംസ് ബോണ്ടിനൊന്നും ഒരിക്കലും അങ്ങനെ അപ്പൊ ശരിക്കും കഴിഞ്ഞ സാറ്റിസ്ഫാക്ഷൻ ചേട്ടൻ്റെ അടുത്ത് മൂസയുടെ ആരും ചോദിക്കും പറയണ്ടായിരുന്നു, ഇനി വന്നത് ഭംഗിയായിട്ട് ചെയ്യും, ഞാൻ അതിനൊക്കെ റെഡിയാണ്, ചാടണോ ഓടണോ തലകുത്തി മറിയണോ എന്നൊക്കെ. ഇല്ല ആഗ്രഹ അശോകന്. അശോകൻ ഈ പറഞ്ഞ ഭയങ്കര എനിക്ക് അശോകൻ ദിലീപ് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. കുറേ പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പറക്കന്തളിയ, ഉദയവര സുൽത്താൻ, കുറേ കുഞ്ഞിക്കുന്നില്ല കുറേ. അപ്പോൾ ആ ഒരു കാലഘട്ടം ഞാൻ നന്നായിട്ട് കൊച്ചി രാജാവിൻ്റെ മൂസ. അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിൽ നല്ല വെർബൽ കോമഡിയിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കട്ട. അപ്പോൾ അതുകൊണ്ട് അശോകനോട് ഇത് പറയാൻ ഞാനൊരു ഇൻ്റർവ്യൂ പറഞ്ഞായിരുന്നു പ്രാവശ്യം. എനിക്കൊരു ആഗ്രഹമുണ്ട് ദിലീപ് അശോകനോട് ഒന്നിച്ച് മൂസയിലുണ്ടാവും. അയ്യോ ഉറപ്പായിട്ടും അല്ല ഞാൻ പറയായിരുന്നു. അത് പ്രത്യേകം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഈ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത കുറേ കാലമാണ്. കുറേ ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഒടുവിൽ ഉണ്ണിയേട്ടൻ, അമ്പിളിച്ചേട്ടൻ, തിലകൻ ചേട്ടൻ, ചങ്ങരാടി ചേട്ടൻ, അതൊക്കെ എൻ്റെ ഒരു ഭാഗ്യമാണ്. പറ്റാത്ത കുറേ ആൾക്കാർ നമുക്കത് പക്ഷേ ഇവർ എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾ പടങ്ങൾ കാണും. ഞാൻ എല്ലാവരും പറയാറില്ല, നിങ്ങൾ 80s 90s 2000 ഈ 3 വർഷം പോലും പടങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കണം. ഐ വി സാറിൻ്റെയൊക്കെ എല്ലാ പടവും എടുത്തിട്ട് കാണും. ജോർജ് സാറിൻ്റെ എല്ലാ പടവും എടുത്തിട്ട് കാണും. അതുപോലെ എം ഡി സാറിൻ്റെ എല്ലാ പടവും സ്ക്രിപ്റ്റ് എഴുതി കാണും. ദാമോദരൻ മാഷിൻ്റെ കാണണം, ഡെന്നിസ് ജോസഫ് അദ്ദേഹത്തിൻ്റെ കാണണം, പരമനാഥ സാറിൻ്റെ കാണണം. ഞാൻ പറയാം പടങ്ങൾ അങ്ങനെ എടുത്തിട്ടങ്ങ് കാണും. എല്ലാത്തിനും ഉണ്ടല്ലോ, യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ ഒരു പടങ്ങൾ. എന്തെല്ലാം ഉണ്ട്. ഞാൻ പറയാം ചുമ്മാ അല്ല ചില ക്വാളിറ്റി കുറഞ്ഞാലും പണ്ട് നമ്മൾ വീഡിയോ കാതിൽ ഒന്നും ഇങ്ങനെ മുഴുവൻ ഗ്രെയിൻസ് ആയിട്ടുള്ള പടങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ പറയാം പലരും പിള്ളേരുടെ ഞാൻ ഈയിടെ അടുത്തൊരു ചോദിച്ചപ്പോൾ അവൻ അമരം പോലും കണ്ടിട്ടില്ല. അതാ മനസ്സിലായില്ല. അമരമൊക്കെ ഒരു ഇതാ. എന്നാൽ മമ്മൂക്കയൊക്കെ ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന അമരം കണ്ടിരിക്കണം. എത്രയോ പടങ്ങൾ അങ്ങനെ. അതുപോലെ കമലഹാസൻ്റെ നായകൻ. ഞാനൊരു ഗോഡ് ഫാദർ പോലെ ഒരു ബോംബെ വെച്ച ഒരാളൊരു പടം ചെയ്യാൻ പോവാ. ഏതാ ഒരു പീരീഡ് പോലെ ഒരു പടം. ഞാൻ ചോദിച്ചു മോനെ ഉമ്മ ചോദിച്ചു നായകൻ കണ്ടിട്ടുണ്ടോ? ഏതാ? പിന്നെ ഇമ്മ അതെങ്കിലും ഒന്ന് കാണണ്ടേ. ജോണി ചേട്ടന് ഒരു ഫുൾ ഡേ വർക്കൊക്കെ കഴിഞ്ഞ് ഭയങ്കര റിലാക്സ് ചെയ്യാനിരുന്ന് കാണുന്ന ഒരു സിനിമ ഏതാ? എനിക്ക് ഈ പറയുന്ന മമ്മൂക്കയുടെ ആണല്ലേ എനിക്ക് ഫീലുള്ള പടമില്ലേ വാത്സല്യം, രാപ്പകൽ. ഞാൻ ഈ ഡ്രാഗണൊക്കെ ഒറ്റയ്ക്ക് ഹോം തിയേറ്ററിൽ ഇരുന്ന് കണ്ടിട്ട് ജോത്തൻ്റെ ഇരുന്ന് കരയും. ഞാൻ ഭയങ്കര ആസ്വദിക്കാറുണ്ട് എൻ്റെ കരച്ചിൽ. എനിക്ക് തോന്നുന്നു എനിക്ക് മറ്റുള്ള ആലോചനല്ല വല്ലാത്തൊരു ജീവിതം. അല്ലല്ല വിഷമല്ലോ ഒരാൾ വിഷമിക്കുമ്പോൾ നമ്മളങ്ങ് പെട്ടെന്ന് ഓർക്കും നമ്മളാണെങ്കിൽ എന്ന് പറയുന്നൊരു സ്ഥലം. ഇപ്പം ആകാശത്ത് കണ്ടിപ്പോഴും കരയല്ലേ. അതും അങ്ങനെ ഇതാണ്. അതൊരു വേറൊരു ഇതാ. ഇത് കാണുമ്പോ ഞങ്ങൾ ചിരിക്കുമല്ലോ അല്ലേ? ഡെർബി കാണുമ്പോ ഫുൾ ഓൺ എന്റർടൈൻമെന്റ്. ചിലപ്പോ എന്നെ കാണുമ്പോ കരയും. ആകാശത്തിലെ മാധവിക്ക് ശേഷം ഏറ്റവും അധികം ഇവർക്ക് വേണ്ടി പെയിൻ എടുക്കുന്നത് എൻ്റെ കുട്ടികളെ ഞാൻ പുസ്തകമായി കൊടുക്കുമെന്നുള്ള രീതിയിലുള്ള. ആയിക്കോട്ടെ. അപ്പൊ ജോണി ചേട്ടനെ വെച്ച് ബാക്കി നിങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ചിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഡെർബി ഒരു വമ്പൻ സക്സസ് ആയി മാറട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.